സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ SRD ടെക്സ്റ്റ് ബുക്കിലെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ 11ാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലാണ് ഉള്ളത്. ടോട്ടൽ നോക്കുമ്പോൾ 11ാമത്തെ ചാപ്റ്ററാണ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതിലത്തെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 12ാമത്തെ ചാപ്റ്ററും ഇന്ന് തന്നെ നോക്കും, ഈ ഒരു സെഷനിൽ തന്നെ നോക്കും. 12ാമത്തെ ചാപ്റ്ററും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതായത് 11ഉം 12ഉം അവസാനത്തെ 2 പാഠഭാഗങ്ങളും നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്റർ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കുറവില്ല. 1, 2, 3 പോയിന്റുകൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. നമ്മൾ അതിനായിട്ട് ഒരു ദിവസം കളയേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററിൽ കുറച്ചധികം പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ഇതിലത്തെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് 1-2 കാര്യങ്ങളേ പറയുന്നുള്ളൂ. അത് നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സമൂഹ ജീവിതത്തിലെ വൈവിധ്യം, ഈ ഒരു പേര് പോലെ തന്നെയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അവിടെ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധങ്ങളായിട്ടുള്ള ജനങ്ങളാണ്, ജനവിഭാഗങ്ങളാണ് അല്ലേ. വിവിധ സംസ്കാരങ്ങളുണ്ടാവും, പല തരത്തിലുള്ള ആളുകളുണ്ടാവും അല്ലേ. സിറ്റിയിൽ താമസിക്കുന്നവരുണ്ടാവും അല്ലേ. പിന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരുണ്ടാവും, ഗോത്ര വിഭാഗങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട 3 ചിത്രങ്ങൾ കാണും. അതിനെ കാണിക്കാനാണ്. ഒരു നഗര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു പശ്ചാത്തലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരാം. ഗോത്ര സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്. ഗോത്ര സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണിവർ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻ മുകളിലോ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വാരങ്ങളിലോ താമസിക്കുന്നുവെന്ന് മാത്രം അല്ലേ. അപ്പോൾ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ വിവിധ ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ചില പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ പണിയർ, 2 കുറിച്യർ അല്ലേ. ഇത്തരത്തിൽ കേരളത്തിൽ ഗോത്ര വിഭാഗങ്ങൾ വരുന്നുണ്ട്. പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കൾ അല്ലേ, നായ്ക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആദ്യത്തെ ഒരു കാര്യം, ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗോത്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നോക്കാം. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഗോത്ര സമൂഹം എന്ന് പറയുക. അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് അല്ലേ. ഒരു പ്രദേശത്ത് താമസിക്കുന്ന തനത് ഭാഷ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ ഗോത്ര വിഭാഗം അല്ലെങ്കിൽ ഗോത്ര സമൂഹം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഇനി ഗോത്ര സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ് വരുന്നത്. അതിന് മുന്നേ ഒരു പോയിന്റ് ഇവിടുന്ന് പഠിക്കാം. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ട്, നോക്കാം. 1976 ഭേദഗതി ചെയ്ത് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഈ പട്ടികജാതി പട്ടികവർഗ നിയമം എന്ന് പറയുന്നത്. അമെൻമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഭേദഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ SC/ST അമെൻമെൻ്റ് ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ പട്ടികജാതി പട്ടികവർഗ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് 1976 അത് പ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളായിട്ട് എത്ര ഗോത്ര സമൂഹങ്ങളുണ്ട്? 35 ഗോത്ര സമൂഹങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ഒരു പോയിന്റ് ഇവിടെ വരുന്നത്. ഓക്കെ, 35 ഗോത്ര സമൂഹങ്ങളാണ് ഉള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ജില്ലകളിൽ ചിതറിക്കിടക്കുന്ന പണിയറാണ് എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് പണിയ വിഭാഗമാണ്. പണിയർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്ലിയർ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാൽ പണിയ വിഭാഗമാണ്. ഒരു ക്വസ്റ്റൻ ആണ്, ഇത് ഓർത്തിരിക്കുക. പിന്നെ 35 ഗോത്ര സമൂഹങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലുള്ളത്. അത് ഏത് കണക്ക് പ്രകാരമാണ്? 1976 ഭേദഗതി ചെയ്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമാണ് ഈ പറഞ്ഞ എണ്ണം പറയുന്നത്. ക്ലിയർ? അടുത്തത് ഗോത്രവർഗ്ഗങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ ചില സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നൊന്നുമല്ല. നോക്കാം. ഗോത്രവർഗ്ഗത്തിൽ പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിന് മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അടുത്തത് വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓക്കെ, ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷകളുണ്ട്. അത് പറയുമ്പോൾ നോക്കിയതാണ്, കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയ വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നോക്കിയേ.
ഭാര്യ എന്ന് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നത് വേണ്ടിയാർ എന്നുള്ള പേരിലാണ് കേട്ടോ. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ മലയാളത്തിലൊക്കെ ഒരു ചോദ്യം വന്നെങ്കിലായി. ഭാര്യ എന്ന് പറയുന്നത് വേണ്ടിയാർ എന്നുള്ള ഒരു രീതിയിലാണ് അവർ വിളിക്കുന്നത്, അല്ലെ അവർ ഉപയോഗിക്കുന്ന പദം. ഭർത്താവ് എന്നുള്ളതിന് വേത്താരാണ് കേട്ടോ, വേണ്ടിയാർ വേത്താർ. അച്ഛനെ അവർ അപ്പൻ എന്ന് തന്നെയാണ് പറയുക, അത് നോർമലി ഉള്ള വാക്ക് തന്നെയാണ്, അപ്പൻ എന്ന് തന്നെയാണ്. എന്നാൽ അപ്പൂപ്പനെ അവർ പേപ്പൻ എന്നാണ് പറയുക, പേപ്പൻ. ഓക്കെ. മകളെ മോളാര്, മകൻ മോനാര്. അപ്പോൾ മോള് മോനെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മോളാര് മോനാര് എന്നാക്കിയാൽ മകളും മകനുമായി, അല്ലേ. പിന്നെ ചേച്ചിയെ ആച്ചി എന്നും ജ്യേഷ്ഠനെ ചാട്ടൻ എന്നും പറയും. ഓക്കെ, ചാട്ടൻ ക്ലിയർലി. അപ്പോൾ ആച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്, പിന്നെ ചാട്ടൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ. ഓക്കെ, ജ്യേഷ്ഠൻ ക്ലിയർലി. അപ്പോൾ ഇത് അവരുപയോഗിക്കുന്ന ഒരു വാക്കുകളാണ്, അവരുപയോഗിക്കുന്ന പദങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വേറെ പോയിൻറ്റ്സും നമ്മൾ അധികം ഇതിൽ എഴുതാനും മാത്രമൊന്നുമില്ല ഈ ഒരു ചാപ്റ്ററിൽ. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇതൊക്കെ ഗോത്ര വിഭാഗങ്ങളായി വരുന്ന ഇതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഗോത്ര വിഭാഗമാണ് മലവേടർ. ഓക്കെ, മലവേടർ എന്ന് പറയുന്നത് മറ്റൊരു ഗോത്ര വിഭാഗമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് മലവേടർ എന്ന് പറയുന്നത് കേരളത്തിലുള്ള മറ്റൊരു ഗോത്ര വിഭാഗമാണ്. നമ്മൾ പറഞ്ഞു 35ഓളം ഗോത്ര വിഭാഗങ്ങളുണ്ട്, അല്ലേ. അത് നമ്മൾ മനസ്സിലുണ്ടാവണം. ഇത് അവരുടെ ഒരു പ്രകൃതി ഗീതം ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ജസ്റ്റ് അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രം കൊടുക്കുന്നതെന്ന് ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അടുത്ത ഒരു പോയിന്റിലേക്ക് വരാം. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഊര് എന്നൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, അല്ലേ, ഊര്, അല്ലേ. അപ്പോൾ എന്താണ് ഊര്? ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഊര് എന്ന് പറയുക, ഊര്, അല്ലേ. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാവും. അദ്ദേഹത്തെ ഊര് മൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ മൂപ്പൻ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ സിനിമകളിലോ മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഊരിനും എന്തുണ്ടാവും, ഓരോ നേതാവുണ്ട്. ആ നേതാവിനെ പൊതുവെ വിളിക്കുന്നത്, ബഹുമാനാർത്ഥം വിളിക്കുന്ന പേരാണ്, ആദരവോടെ വിളിക്കുന്ന പേരാണ് ഊര് മൂപ്പൻ, ഊര് മൂപ്പൻ. ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും, അല്ലേ, എന്താണ് എല്ലാവരും തമ്മിൽ തർക്കങ്ങളൊക്കെ പരിഹാരം കണ്ടെത്തുന്നതും എല്ലാം ആരാണ്? ആ ഒരു മൂപ്പൻ്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹമാണ് ചെയ്യുന്നത്, അല്ലേ. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ബേസിക് അറിയണമെന്നില്ല. അപ്പോൾ ഊര് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ശരിക്കും ഊര് എന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ? ഓക്കെ. പിന്നെ എന്താണ്, കാര്യമായിട്ട് ഒരു പോയിന്റ്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഗ്രാമ സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്രാമം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഗ്രാമീണ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ. അതിലൊന്നും അവിടെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കുട്ടികളെ ഇതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിന്. ഓക്കെ, അപ്പോൾ ഗ്രാമീണർ പരസ്പരമുള്ള ഒരു സഹായ സഹകരണങ്ങളൊക്കെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേറെ കാര്യമായിട്ട് അവിടെ ഒരു പോയിന്റ്സ് ഒന്നായിട്ടൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നഗരങ്ങളെക്കുറിച്ചും നഗര സമൂഹത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയേ. ഒരു കുട്ടി നഗരത്തിൽ പോയതിന് ശേഷം ഗ്രാമത്തിലുള്ള തൻ്റെ സുഹൃത്തിന് എഴുതിയൊരു കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ്, ഇത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ കത്തിൽ നിന്ന് ബംഗളൂരു നഗരത്തിൽ നിന്നാണ്. അപ്പോൾ ആ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയും ആ കുട്ടീനുണ്ടാക്കിയ കൗതുകമൊക്കെ തൻ്റെ സുഹൃത്തിനോട് പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട്, കോൺക്രീറ്റ് കാടുകൾ എന്ന് വൻ നഗരങ്ങളെ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് വെച്ചെന്നാണ്, ഈ കോൺക്രീറ്റ് കാടുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതിനാണ്? വൻ നഗരങ്ങളെയാണ് കേട്ടോ, വൻ നഗരങ്ങളെയാണ്. അത് ജസ്റ്റ് അവിടെ നിന്ന് കിട്ടുന്നൊരു പോയിന്റ്സ് മാത്രമാണ്. കോൺക്രീറ്റ് കാടുകളെ വൻ നഗരങ്ങളെ ആണ് നമ്മൾ കോൺക്രീറ്റ് കാടുകൾ എന്ന് നമ്മൾ പിന്നെ വിളിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ നഗരത്തിന് ചില സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്, അല്ലേ. അതായത് പല ഭാഷകൾ, പല വേഷങ്ങൾ, അല്ലെ, വിവിധ ഭക്ഷണ രീതികളൊക്കെ പിന്തുടരുന്ന ഒരു വൈവിധ്യം അവിടെ ഉണ്ട്, നമുക്ക് മനസ്സിലാവും. പിന്നെ പലവിധ തൊഴിലുകളുടെ ദേശമാണ് ശരിക്കും ഈ പറഞ്ഞ, അല്ലേ. അറിയാലോ, പലവിധ തൊഴിലുകളാണ് ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകളുണ്ടാവും. തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗ്ഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ. പിന്നെയോ തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുന്നുണ്ട്. പിന്നെ എന്താണ്, വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ നഗരം, അല്ലേ. ഫ്ലാറ്റ്, മാള്, സൂപ്പർ മാർക്കറ്റ്, ബംഗ്ലാവുകൾ അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നാഗരിക ജീവിത രീതികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ. ഫാഷൻ, അല്ലെ, ആധുനിക ജീവിത ശൈലികൾ, വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ജീവിത ശൈലികൾ അതൊക്കെ അവിടെ വരുന്നതാണ്. പിന്നെ കൂടുതൽ ജനസാന്ദ്രത, ചേരി പ്രദേശങ്ങളും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അതൊക്കെയാണ് നഗരത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നഗരത്തിൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് സൗണ്ട് പൊല്യൂഷൻ, അല്ലേ, പൊല്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നഗരത്തിലുണ്ടാകും. എത്രത്തോളം സുഖമുണ്ടോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ചിട്ടയോടെയുള്ള ആസൂത്രണം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാർപ്പിട നയം, അതുപോലെ ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ട്, ജസ്റ്റ് ഒന്നുമില്ല, നമ്മളൊന്ന് ഓടിച്ചിട്ട് വായിക്കാനേ ഉള്ളൂ. ആ ഒരു 3-4 പോയിന്റ്സ് ഇവിടെ വരുന്നുള്ളൂ, അല്ലേ. അപ്പോൾ ജീവിത രീതികളാണ് ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗര സമൂഹമാണ്. ഗോത്രത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു.
ഗ്രാമത്തിലേക്ക് വന്ന പരമ്പരാഗത ഗ്രാമത്തിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ അതൊന്നും അവിടെ നിന്ന് ക്വസ്റ്റനോ കാര്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ പറയാതെ പോകേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ എന്നാലും ഒന്ന് മറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്തൊന്ന് മറിച്ച് പോകുന്നത് നല്ലതായിരിക്കും. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ നോട്ട്സൊക്കെ തയ്യാറാക്കിയാൽ ഒരു പേജിൽ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, അടുത്ത ഈ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അവസാന ചാപ്റ്റർ ആയിട്ടുള്ള 12ാമത്തെ ചാപ്റ്ററിലെ പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഒരു പക്ഷേ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത്തിൽ നിന്ന് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ. പ്രകൃതി എന്താണ്, അവിടെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നതിലൊക്കെ എല്ലാത്തിനെയും കൂട്ടി കുഴച്ച് പോകുന്ന ഒരു ചാപ്റ്ററാണിത്. ചില പോയിൻറ്റ്സൊക്കെ ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എന്താണ് പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക, ഒന്ന് ഓക്കെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് എഴുതി വെക്കും, അടുത്ത പേജിലേക്ക് എഴുതി വെക്കും. അപ്പോൾ പ്രകൃതിയുടെ വരദാനം ഫ്രഷ് ആയിട്ടിരിക്കണം. നമ്മൾ ഫ്രഷ് ആയിട്ട് തുടങ്ങേണ്ട ചാപ്റ്ററാണ്, പക്ഷേ പറഞ്ഞല്ലോ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ നോക്കാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നൗറു ആണ്. ഓക്കെ, നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാത മാസിക നാഷണൽ ജിയോഗ്രഫിക് 1976 വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അതായത് 1976 നാഷണൽ ജിയോഗ്രാഫിക്ക് നൗറു എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയോ? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്ന് വിശേഷിപ്പിച്ച ഒരു കാര്യം മാത്രമാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നൗറു എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗറു അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പ്രത്യേകം എന്താണ്, വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വിസ്തൃതി എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നൗറുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വത്തിക്കാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, പക്ഷേ ഓപ്ഷനിൽ വത്തിക്കാൻ ഇല്ല. അപ്പോൾ നൗറു എന്ന് പറയുന്ന രാജ്യം ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. വത്തിക്കാൻ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട, അതില്ലെങ്കിൽ നൗറു എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വിസ്തൃതിയായിട്ട് വരുന്നത് നൗറു. അപ്പോൾ പിന്നീട് അങ്ങനെ പറയാനുള്ളൊരു കാര്യമുണ്ട്, ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമെന്ന് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കൽ നിരവധി ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു. എന്നാൽ ഇന്ന് നൗറു ഒരു തരിശു ഭൂമിയാണ്. ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. എങ്ങും പവിഴപ്പുറ്റുകൾ മാത്രം എഴുന്നു നിൽക്കുന്ന വിജനഭൂമി. എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ? നോക്കാം നമുക്ക് ഇനി എന്തുകൊണ്ടാണെന്ന് നോക്കാം. രാസവള നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നു നൗറു. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഉപയോഗിക്കുന്നതാണ്? രാസവള നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഫോസ്ഫേറ്റ് വളങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ രാസവളത്തിൽ ഫോസ്ഫേറ്റ് കണ്ടന്റ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, 1888 ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയതോടെ ദ്വീപിൻ്റെ ദുരവസ്ഥ തുടങ്ങി. ഓക്കെ, ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്തു? ഫോസ്ഫേറ്റ് ഖനനം ആരംഭിച്ചു. ഒന്നാം ലോക യുദ്ധാനന്തരം ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനനം ആരംഭിച്ചു. ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി. അതോടെ പക്ഷികളുടെയും ജന്തുക്കളുടെയും ഒക്കെ നാമാവശേഷമായി. നൗറുവിൻ്റെ പരിസ്ഥിതി തന്നെ മാറി. ഫോസ്ഫേറ്റ് നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി, എല്ലാ അർത്ഥത്തിലും ദരിദ്ര രാജ്യമായി. അപ്പോൾ അതിനെ ഒരു മാറ്റം മനസ്സിലായല്ലോ. ഫോസ്ഫേറ്റിന് അത്രയും കണ്ടന്റുള്ള ഒരു രാജ്യമായിരുന്നു ശരിക്കും നൗറു എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവിടത്തേക്ക് 1888 ജർമ്മനി അവരുടെ ഒരു കോളനി സ്ഥാപിച്ചിട്ട് ഫോസ്ഫേറ്റ് ഖനനം ചെയ്യാൻ തുടങ്ങി അല്ലേ. പിന്നീട് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇതേപോലെ ഖനനം ആരംഭിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് എന്ത് ചെയ്തു? ഫോസ്ഫേറ്റിനെ ഖനനം ചെയ്തെടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ആ രാജ്യം, നൗറു എന്ന രാജ്യം സാമ്പത്തികമായിട്ട് ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേർന്നു. ഓക്കെ, അത്രയുമായി. പക്ഷേ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ ഇതിൻ്റെ ഈ ഒരു കണ്ടന്റ് കുറഞ്ഞു വന്നു. പിന്നീട് ഈ സാധനം കിട്ടാതെയായി. അതിനിടയിൽ തന്നെ അവിടുത്തെ സസ്യലതാദികളെല്ലാം നശിച്ചു, ജീവജന്തുജാലങ്ങളെല്ലാം നശിച്ചു പോയി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതെന്ത് ചെയ്തു? ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറി മൊത്തത്തിൽ. ഓക്കെ, വിജനമായിട്ടൊരു രാജ്യമായി മാറി. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിവിടെ വരുന്നൊരു കാര്യം, പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വിഭവങ്ങൾ എന്ന് ചോദിക്കുന്നത്? നമ്മളിപ്പോൾ ഭക്ഷണത്തിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കാറില്ലേ സദ്യയിൽ? അതെന്താണ്? നമുക്ക് ഉപയോഗപ്രദമായ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മനുഷ്യന് ഉപയോഗം ചെയ്യാൻ പറ്റണം പ്രകൃതിയിൽ കാണുന്നതുമായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ വിഭവങ്ങൾ എന്നാണ് പറയുക. എക്സാമ്പിൾസ് ഇതാ: ശിലകൾ, ജലം, മണ്ണ്, കാറ്റ്, ധാതുക്കൾ, സൂര്യപ്രകാശം. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ.
അപ്പോൾ വിഭവങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? വിഭവങ്ങളെ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, എന്താണെന്ന് മനസ്സിലായി. പ്രകൃതിയിൽ കാണുന്നതാണ് മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിഭവങ്ങൾ എന്ന് പറയും. പ്രകൃതിയിൽ കണ്ടാൽ മതി. എന്നാൽ പ്രകൃതി വിഭവങ്ങൾ എന്ന് വെച്ചാൽ എന്താ? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും, അത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് തന്നെ ലഭിക്കും. മനസ്സിലായില്ലേ? നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായിട്ടുള്ള ഇത്തരം വിഭവങ്ങൾ നമ്മൾ എന്ത് വിളിക്കും? അതിൽ പ്രകൃതി വിഭവങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. മനസ്സിലായില്ലേ? കാറ്റ് അല്ലേ, അതൊക്കെ നമുക്ക് സൂര്യപ്രകാശം, അതൊക്കെ നമുക്ക് എന്താണ്? പ്രകൃതിയിൽ നേരിട്ട് ലഭിക്കുന്നതാണ്. ഇതാ വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് വിഭവം? എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അവിടെ വരുന്നൊരു പോയിന്റ്, ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങളെന്നും പറയും. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തെയും ലഭ്യമാണ്. എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയാണ് എന്നാണ് പറഞ്ഞത്. ചില വിഭവങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടും. ഇപ്പോൾ സൂര്യപ്രകാശം ഒരിക്കലും നിൽക്കുന്നില്ല അല്ലേ? കാറ്റ് ഒരിക്കലും നിൽക്കുന്നില്ല, എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എന്ന് വെച്ച് നേരത്തെ എന്താണ്, ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പ്രകൃതി ഇന്ധനങ്ങൾ അതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതുണ്ട്, എന്നാൽ ഒരു കാലം കഴിഞ്ഞ് തീർന്നു പോകുന്ന വിഭവങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാറ്റ്, കൽക്കരി, ജലം, പ്രകൃതിവാതകം, സൂര്യപ്രകാശം, വനം, പെട്രോളിയം, മണ്ണ്, ഇരുമ്പയിര്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കിട്ടുന്നതാണോ അല്ല പിന്നെ ഇടയ്ക്ക് ഇത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അത് കുട്ടികളോട് ചോദിക്കുന്ന കാര്യമാണ്, അത് അവർ പറയും. ഓക്കെ, അത് അവിടെ ജസ്റ്റ് ഒന്ന് ടേബിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങളാണ് നമുക്ക് ഇതിൽ എന്തൊക്കെ പറയാൻ പറ്റും? കാറ്റിനെ പറയാം അല്ലേ? കാറ്റൊക്കെ എക്കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളാണ്. കൽക്കരി പറയാൻ പറ്റുമോ? ഇല്ല. കൽക്കരി എന്ന് വെച്ചാൽ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകും. ജലത്തിനെയും ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആ ജലം പാഴാക്കരുതെന്ന് പറയുന്നത്. പ്രകൃതിവാതകം ആ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. സൂര്യപ്രകാശം നമുക്കെന്നും ലഭിച്ചുകൊണ്ടിരിക്കും അല്ലേ? വനങ്ങളെ നമുക്ക് പറയാൻ കഴിയില്ല, ഉപയോഗത്തിനനുസരിച്ച് നശിച്ചുകൊണ്ടിരിക്കും അല്ലേ? പെട്രോളിയം ഒക്കെ അങ്ങനെ തന്നെയാണ്. മണ്ണിൻ്റെ കാര്യം നമുക്ക് എന്നാലും എപ്പോഴും കിട്ടുമെന്ന് പറയാൻ വേണമെങ്കിൽ, ഇരുമ്പയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളല്ല, അതൊക്കെ എന്താണ് ഉപയോഗത്തിനനുസരിച്ച് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം നോക്കിയേ, എക്കാലത്ത് ലഭ്യമായിട്ടുള്ള ഇത്തരം വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്ന പറയുക? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നാണ് പറയുക. എന്നാൽ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. പുനഃസ്ഥാപിക്ക ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിന് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന് ഉദാഹരണം ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലായി, പുനഃസ്ഥാപിക്കപ്പെടാത്തത് എന്താണെന്ന് മനസ്സിലായി. അതിനെ തന്നെ വേറൊരു പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിലേക്ക് വരാൻ നമുക്ക് അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം. അപ്പോൾ ശോഷണം എന്താണെന്ന് മനസ്സിലായല്ലോ, ഓസോൺ ശോഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിഭവ ശോഷണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം മൂലം, നമ്മുടെ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിഭവ ശോഷണം. ഇപ്പോൾ നമ്മൾ പ്രകൃതിവാതങ്ങളൊക്കെ ഊറ്റിയെടുക്കുന്നു അല്ലേ? നമുക്ക് ആവശ്യത്തിലും അധികം നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ എടുത്തെടുത്താകുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അളവിലും ഗുണത്തിലൊക്കെ കുറവുണ്ടാവും. അത്തരത്തിൽ അതിനെ ശോഷിച്ചു എന്നൊക്കെ പറയാം, വിഭവ ശോഷണം എന്ന് പറയാം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്തു. ഒരു പോയിൻ്റായിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇവിടെ ഒരു കുട്ടിയുടെ ഒരു സ്പീച്ചിൻ്റെ ചെറിയൊരു ഭാഗമാണ് കൊടുത്തത്. അതിലൊന്നുമില്ല നമ്മുടെ പ്രകൃതിയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആ കുട്ടി പറയുന്നത്. ചില ആശങ്കകളെക്കുറിച്ചും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കാം. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ ഒരു 12 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, കാനഡക്കാരിയായിട്ടുള്ള പെൺകുട്ടി എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകത നോക്കിയേ, 12 വയസ്സുള്ള കുട്ടിയാണ്. ആ ഒരു കുട്ടിയുടെ പേടി, പ്രകൃതിയെക്കുറിച്ചുള്ള അവളുടെ പേടിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കാനഡക്കാരിയായിട്ടുള്ള ആ കുട്ടിയുടെ പേരാണ് സെവൻ കൂളീസ് സുസൂക്കി എന്നാണ് അവളുടെ പേര്. അതിന് പ്രത്യേകത ഉണ്ട്. എന്താണ് അവൾ സംസാരിച്ചത്? 1992, ആ കുട്ടി സംസാരിച്ചത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിലാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നിട്ടുള്ളത് 1992 എവിടെ വെച്ചിട്ട്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. അതിൽ സംസാരിച്ച 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പേരാണ്, കാനഡക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ആര്? എന്ത് സുസൂക്കിയാണ്? സെവൻ കൂളീസ് സുസൂക്കി കേട്ടോ. സെവൻ കൂളീസ് സുസൂക്കി എന്നുള്ള ഒരു കാനഡക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നിട്ടുള്ളത് ബ്രസീലിലാണ്, റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. 1992 സെവൻ കൂളീസ് സുസൂക്കി. അവർ പേരൊന്ന് ഓർത്തിരിക്കണം, കാനഡക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്.
അപ്പോൾ അവിടെ കുട്ടി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് മലിനീകരിക്കപ്പെടുന്ന വായു, നശിപ്പിക്കപ്പെടുന്ന വനങ്ങൾ, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ജന്തുജാലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കുട്ടിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമുഖത്ത് നിന്ന് പിന്നെ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സൊക്കെ വരാം. ഒന്ന്, മനുഷ്യൻ്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. അപ്പോൾ നിങ്ങൾ ഡോഡോ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു താറാവിനൊക്കെ പോലെയുള്ള ഒരു പക്ഷിയാണ് ഡോഡോ. എന്താണ്? മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള വിഭവ ചൂഷണം മൂലം വംശം തന്നെ നശിച്ചു പോയിട്ടുള്ള ഒരു ജീവിയാണ് ഡോഡോ. എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിന് വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗ്ഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്ന് പോയവരാണ്. അപ്പോൾ ഇവിടെ വംശനാശം സംഭവിച്ച ഒരു 3 ജീവികളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന് ഡോഡോ എന്ന് പറയുന്ന പക്ഷി. എവിടെയായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന പക്ഷിയാണിത്. അപ്പോൾ എന്താണ്, മാംസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് നശിച്ചുപോയി. പിന്നീട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കന്നുകാലി വർഗ്ഗത്തിൻ്റെ പേരാണ് അറോച്ച്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കന്നുകാലി വർഗ്ഗത്തിൻ്റെ പേരാണ് അറോച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഏഷ്യൻ ചീറ്റപ്പുലി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം നാശം സംഭവിച്ച് അന്യം നിന്നുപോയി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കാണാം. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂൺ 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ടെങ്കിലും അതിന് കാരണമായത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് കാര്യം? 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് അന്താരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമ്മേളനം 1972 ജൂണിലാണ്. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അവിടെ ഒരു പ്രസംഗം നടത്തി. ഓക്കെ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തുടർന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് അറിയാമല്ലോ നിങ്ങൾക്ക്, ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു ഫാക്റ്റാണ്. പക്ഷേ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞാൽ കേട്ടിട്ട് എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റി. ആ വർഷമൊക്കെ ഒന്ന് എഴുതി വെക്കണം. അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായാണ് കണക്ക്. അപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരമാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെട്ടി ആകുമ്പോഴേ ഇവിടെ പറഞ്ഞ കണക്ക് പ്രകാരം 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുമെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണത്. അങ്ങനെ വിഭവ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കാം. വിഭവങ്ങൾ നീതിപൂർവ്വവും ശ്രദ്ധാപൂർവ്വവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം അല്ലേ? അവ നമ്മൾ ശ്രദ്ധാപൂർവ്വം നിയന്ത്രിതമായിട്ട് കൺട്രോൾഡായിട്ട് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? പിന്നെന്ത് ചെയ്യണം? അത്തരത്തിലുള്ള വിഭവങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം കൂടാതെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഭവ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ പറയുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 2 പ്രധാനപ്പെട്ട തീയതികളെക്കുറിച്ചാണ്. ഒന്ന് നമ്മൾ പഠിച്ചു, 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതാണ്. ഒന്ന് ലോക പരിസ്ഥിതി ദിനമാണ്, നമുക്കറിയാം ജൂൺ 5 അല്ലെ? സ്റ്റോക്ക്ഹോമിൽ നടന്നിട്ടുള്ള ആ ഒരു പരിസ്ഥിതി കൺവെൻഷനിൽ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അല്ലേ 1972 ഈ പറയുന്ന ലോക പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 കൊണ്ടാടാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ഒരു തീയതിയാണ് ഏപ്രിൽ 22. കേട്ടിട്ടുണ്ടാവും. ഏപ്രിൽ 22 എന്ന് വെച്ചാൽ ലോക ഭൗമദിനമാണ്. ലോക ഭൗമദിനം. അപ്പോൾ പ്രകൃതിയൊക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട തീയതികൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ റീസെൻ്റായിട്ട് കേട്ടതിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് നമുക്ക് PSCക്കും വേണ്ട തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. അത് കുട്ടികൾക്കൊരു വർക്ക്ഷീറ്റ് കൊടുത്തതാണോന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയിൻറ്റ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ പിന്നെ ഒരു കാര്യം, വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും എന്ന് പറയുന്നൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് വരുന്നത്. എന്താണ് നോക്കിയേ. അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ ഈ നിയമങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ പ്രകൃതിയെ രക്ഷിക്കണം എന്നുള്ള ചിന്ത വന്നതിനെ തുടർന്ന് ചില നിയമങ്ങൾ പാസ്സാക്കി. ഫസ്റ്റ് കാര്യം, പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51 AG വകുപ്പും അതൊരു നിയമമാണ് കേട്ടോ. അതായത് പരിസ്ഥിതി സംരക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ പൗരൻ്റെ കർത്തവ്യമാണ് എന്നാണ് അത് ഉറപ്പുനൽകുന്നത്. പൗരന്മാരുടെ കർത്തവ്യമാണ് എന്ന് പറയുന്ന 2 നിയമങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാണ് 48A ആണ് കേട്ടോ. 48A എന്ന് പറയുന്ന ആക്റ്റാണ്, വകുപ്പാണ്. അതുപോലെ 51 AG എന്ന് പറയുന്നതും അതിൽ ഉൾപ്പെടുന്നതാണ്. 2 പ്രകൃതി സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൗലിക കർത്തവ്യത്തിൽ പെടുന്ന 2 പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭരണഘടനയുടെ 2 വകുപ്പുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 48A യും 51 AG എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ,
പിന്നെ വന്ന നിയമങ്ങളൊന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നിട്ടുണ്ട്, ജലനിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് കവർ ചെയ്യണം. ഓക്കെ, ഇനി വിഭവ സംരക്ഷണം കേരളത്തിൽ എന്ന് പറയുന്നൊരു ഭാഗമാണ്. വിഭവ സംരക്ഷണം കേരളത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ വന്ന നിയമങ്ങളാണ്. നെൽവയൽ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ. അപ്പോൾ നമ്മുടെ ജല അതോറിറ്റി നിലവിൽ വന്ന വർഷം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1999 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ജനമുന്നേറ്റമാണ് ഈ പറയുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അടുത്തത്, വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അപ്പോൾ സുസ്ഥിര വികസനം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അടുത്ത തലമുറകൾക്കും കൂടി അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവിടെയും കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വിഭവങ്ങളും നിലവിൽ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് സുസ്ഥിര വികസനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കോട്ട്സ് വരുന്നത് വേറെ തന്നെ നിങ്ങൾ നോട്ടിൻ്റെ ബാക്കിൽ ഒരു സൈഡിൽ ഒരുമിച്ച് എഴുതിക്കോ. വരും ചാപ്റ്റേഴ്സിൽ ഒരുപാട് വരാനുണ്ട്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല താനും. അപ്പോൾ ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു പക്ഷേ അങ്ങനെ ചോദ്യം വന്നേക്കാം, ഇത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരും എന്നൊക്കെ ചോദിച്ചേക്കാം. എന്താ പറഞ്ഞത്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഓർത്തിരിക്കുക. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ. ഇതന്നെയാണ് ഈ സാധ്യത RRR അല്ലെ, RRR അറിയാലോ. റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ അല്ലേ, അല്ലെങ്കിൽ റീസൈക്കിൾ, റെഡ്യൂസ്, റീയൂസ്. എന്തൊക്കെയാണ്? റീസൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക അല്ലേ. റെഡ്യൂസ് എന്ന് വെച്ചാൽ അവയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെയോ അവ പുനരുപയോഗിക്കുക, അതാണ് റീയൂസ് എന്ന് പറയുന്നത്, വീണ്ടും ഉപയോഗിക്കുക. അതൊക്കെയാണ് നമ്മുടെ സുസ്ഥിര വികസനത്തിലേക്കുള്ള മാർഗ്ഗങ്ങൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ RRR ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സുസ്ഥിര വികസനത്തെ എന്തൊക്കെ ചെയ്യാമെന്നാണ്, നമുക്ക് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നോക്കിയേ. അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുക, പൊതുസ്ഥലങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മുതലായവ പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് കേട്ടോ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുണ്ട്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന ഇന്ധനങ്ങൾ, നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലേ, പ്രകൃതിവാതകങ്ങൾ, അതൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പറഞ്ഞ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ കൺവെൻഷണൽ, പാരമ്പര്യമല്ലാതെ എന്തൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അതൊക്കെ എപ്പോഴും കിട്ടും, അന്നും കിട്ടും, എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിലാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് ഉള്ളതെന്നുള്ള കാര്യം ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഉള്ളത്. അതിൻ്റെ വിഭവ ശോഷണം എന്താണ്, വിഭവ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ സംഗ്രഹം, നമ്മൾ സമ്മറിയാണ് കൊടുത്തത്. എല്ലാം വായിച്ചു നോക്കി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അല്ലേ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് വിളിച്ചു? വിഭവങ്ങൾ എന്നാണ് നമ്മൾ വിളിച്ചത്. പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമായതും ചിലത് ഉപയോഗമനുസരിച്ച് തീർന്നു പോകുന്നവയുമാണ്. ഇവ യഥാക്രമം പുനഃസ്ഥാപിക്കപ്പെടുന്നവ, പുനഃസ്ഥാപിക്കപ്പെടാത്തവ എന്നിങ്ങനെ അറിയപ്പെടുന്നു. എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ചിലത് എക്കാലത്ത് ലഭ്യമാണ്. ആ എക്കാലത്ത് ലഭ്യമായതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? പുനഃസ്ഥാപിക്കപ്പെടുന്നവ എന്നാണ് വിളിക്കുക. ആ എക്കാലത്ത് ലഭ്യമായതിനെ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടുന്നവ എന്ന് പറയും. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്നും പറയുന്നത്. ഓക്കെ, പാരമ്പര്യമല്ല, പാരമ്പര്യേതരം, തൊട്ടുമുകളിൽ കണ്ടത്. ഇനി ഉപയോഗമനുസരിച്ച് തീർന്നു പോകുന്ന ഇത്തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവ എന്ന് പറയും. അത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. അതിനെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഈ പെട്രോളും മറ്റ് സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങൾ ഇവിടെ ജനറലായിട്ട് വരുന്നുള്ളൂ. ആ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 12ാമത്തെ പാഠഭാഗം, പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ 11ഉം 12ഉം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ നോട്ട്സ് ഒന്ന് തയ്യാറാക്കി വെക്കുക. ഇതോടുകൂടി നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ 6th സ്റ്റാൻഡേർഡിലുള്ള സോഷ്യൽ സയൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്കൊക്കെ. നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
സയൻസ് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ആക്കിയതാണ്. അടുത്ത നമുക്ക് ഇനി നമ്മൾ അടുത്ത നേരെ പോകുന്നത് അടുത്ത 7ാം ക്ലാസ്സിൻ്റെ സോഷ്യലിലേക്കല്ല നമ്മൾ പോവുക. 6ാം ക്ലാസ്സിൻ്റെ തന്നെ ബേസിക് സയൻസ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സയൻസ് ഉണ്ടല്ലോ, ആ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ അടുത്ത സോഷ്യലിലേക്ക് ഇനി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യലിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. സയൻസിന് മറ്റൊരു പ്രത്യേക നോട്ട് തന്നെ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. സയൻസിൽ നിന്നാണ് കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് വരിക, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം സയൻസ് തന്നെയാണ് എന്നുള്ളതും കൂടി ഇവിടുന്ന് ഓർമ്മിപ്പിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, എല്ലാ സെഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, നിങ്ങളിവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ ജല അതോറിറ്റി സ്ഥാപിതമായിട്ടുള്ള വർഷം ഏത് വർഷമാണ് ജല അതോറിറ്റി സ്ഥാപിതമായത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നതിന് മാത്രം എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക്